بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد باب الصبر. وعن أبي سعيد بن سنان الخدري رضي الله عنهما أن ناسا من الأنصار سألوا رسول الله صلى الله عليه وسلم فأعطاهم ثم سألوه فأعطاهم حتى نفذ ما عنده. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാം, അന്ന നാസം മിനൽ അൻസാർ, അൻസാറുകൾപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഅഅതാഹും, റസൂൽ എന്താണ് തങ്ങളുടെ കയ്യിലുള്ളത് അത് അവർക്ക് കൊടുത്തു. സുമ്മ സഅലൂഹു ഫഅഅതാഹും, അവർ വീണ്ടും ചോദിച്ചു, റസൂൽ വീണ്ടും കൊടുത്തു. ഹത്താ നഫിദ മാ ഇൻദഹു, അങ്ങനെ റസൂലിന്റെ കയ്യിലുള്ളത് തീർന്നു, സ്വത്ത് സമ്പത്ത് തീർന്നു. ഫഖാല ലഹും ഹീന അൻഫഖ കുല്ല ശൈഇൻ ബിയദിഹി, തങ്ങളുടെ കൈകളിലുള്ളത് മുഴുവൻ റസൂൽ കൊടുത്തതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മാ യകുൻ ഇൻദി മിൻ ഖൈരിൻ ഫലൻ അദ്ഖിറഹു അൻകും, എൻ്റെ അടുക്കൽ സ്വത്തുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഖൈർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരാതെ ഞാൻ ഒരിക്കലും സൂക്ഷിച്ച് എടുത്തു വെക്കൂല. ഒരിക്കലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരാതെ ഞാൻ സൂക്ഷിച്ചെടുത്തു വെക്കൂല. റസൂൽ പറയാണ്, വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹു വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹു വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹു വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്, ആരെങ്കിലും ഇഫ്ഫത്ത് കാണിച്ചാൽ, ചാരിത്രം കാണിച്ചാൽ അല്ലാഹു അവനക്ക് ചാരിത്രം നൽകും. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹു, ആരെങ്കിലും ധന്യത കാണിച്ചാൽ ജീവിതത്തിൽ മറ്റൊരാളുടെ മുമ്പിൽ ഇറക്കാതെ, മറ്റൊരാളുടെ മുമ്പിൽ ഇങ്ങനെ പരാതികൾ പറയാതെ, ബോധിപ്പിക്കാതെ നല്ല ഇസ്സത്തിലോടെ അഭിമാനത്തിലോടെ ഒരാൾ ജീവിച്ചാൽ അള്ളാഹു എന്താണ് നൽകിയത് അതിൽ തൃപ്തനായിട്ട് ധന്യനായിട്ട് ആരെങ്കിലും ജീവിച്ചാൽ യുഗ്നിഹില്ലാഹു, അള്ളാഹു അവനെ ധന്യനാക്കും, ഐശ്വര്യത്തിലാക്കും. വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹു, ആരെങ്കിലും ക്ഷമ എന്ന സ്വഭാവം സ്വീകരിച്ചാൽ അള്ളാഹു അവന് ക്ഷമ കൊടുക്കും. വമാ ഉഅതിയ അഹദുൻ മിൻ അതാഇൻ ഖൈറൻ വഔസഅ മിന അസ്സബ്ർ, ഒരടിമക്ക് ക്ഷമയേക്കാൾ വിശാലമായതും ഖൈറായതുമായ ഒരു കാര്യം നൽകപ്പെടുകയില്ല. അപ്പോൾ ഒരടിമക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സ്വഭാവം ക്ഷമ എന്ന സ്വഭാവമാണ്. അതിനേക്കാൾ വിശാലമായതും അതിനേക്കാൾ ഖൈറുമായ ഒരു സ്വഭാവവും ഒരടിമക്കും നൽകപ്പെടുന്നില്ല. അപ്പൊ ക്ഷമ എന്നുള്ളത് അള്ളാഹു പ്രത്യേകം നൽകുന്ന ഒരു തൗഫീഖ് തന്നെയാണ്. എല്ലാവർക്കും ക്ഷമിക്കാൻ കഴിഞ്ഞോളന്നില്ല. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോഴൊക്കെ ക്ഷമിക്കുക എന്നുള്ളത് അള്ളാന്റെ ഭാഗത്തുനിന്ന് തൗഫീഖ് തന്നെയാണ്, ആ സ്വഭാവം എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്ന തന്നെയാണ് പല രീതിയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന ആൾക്കാർ, പല രീതിയിലേക്ക് കിടക്കുന്ന ആൾക്കാർ, ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ. പക്ഷെ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? ക്ഷമിക്കും. അവർ ക്ഷമ കാണിക്കുമ്പം അള്ളാഹു വീണ്ടും വീണ്ടും അവർക്ക് ക്ഷമ എന്ന സ്വഭാവം, സബർ എന്ന സ്വഭാവം അള്ളാഹു നൽകും. അതാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.